ഹലോ ഗായ്സ്, ഹാപ്പി വിഷു ടു ആൾ. അപ്പോൾ 4:30 ആയപ്പോഴാണ് വിഷുവിൻ്റെ നിന്ന് ഞങ്ങൾ എണീറ്റത് കേട്ടോ. 4:30 എഴുന്നേറ്റിട്ട് വിഷുക്കണി കണ്ട് എല്ലാവരെയും വിളിച്ച് വിഷുക്കണിയെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ വിഷു കൈനീട്ടം കൊടുത്തു, വിഷു കൈനീട്ടം മേടിച്ചു. അതെല്ലാം കഴിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ ഇറങ്ങി കേട്ടോ. അതാണല്ലോ വിഷുവിടെ മെയിൻ പരിപാടി. അപ്പോൾ പൂത്തിരിന്ന് തുടങ്ങി ഷോട്ട് വരെ ആയിട്ടോ. അതായത് പൂത്തിരി ഉണ്ട്, മേശപ്പൂവ്, അതുപോലെ 120 ഷോട്ട്, മുല്ലച്ചക്രം, അങ്ങനെ വെറൈറ്റി മേശപ്പൂകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോട്ടിൻ്റെ പകുതി ആയപ്പോൾ 120 ഷോട്ടിൽ പകുതി ആയപ്പോൾ കുഞ്ഞെഴുന്നേറ്റു എൻ്റെ സൗണ്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടായിരിക്കും, പക്ഷേ നടക്കാറില്ല. ഇപ്രാവശ്യം എന്തായാലും പിടിച്ച പിടിയാൽ അമ്പലത്തിലേക്ക് പോകണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. തലേ ദിവസം സാരിയൊക്കെ എടുത്ത് പ്ലേറ്റ്സ് എടുത്ത് തന്നുകൊണ്ട് സാരി ഉടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്, എങ്ങനെയുണ്ട് പറയൂ, നിങ്ങൾ കമൻസൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇവിടെ ക്യൂലാണ് കേട്ടോ. ഞാൻ ഇവിടെ പിറകിൽ നിൽക്കുകയാണ്. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മിറർക്ക് എങ്ങനെയും എത്തണം എന്നുള്ളത് ഗ്യാപ്പിൽ നോക്കി നിൽക്കുക കേട്ടോ. മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു പൊട്ട് കുത്താൻ ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് പൊട്ടി കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ തലവേദന എടുക്കും. അപ്പോൾ ഓൾറെഡി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, ഉറക്കം ശരിയായിട്ടില്ലല്ലോ. കാരണം 11 മണിയൊക്കെ ആയിട്ട് ഉറങ്ങിയപ്പോൾ പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴേക്കും എണീക്കുകയും ചെയ്തില്ലേ. പിന്നെ ഇവിടെ ഉറങ്ങി റെഡിയായി, ചൂടൊക്കെ ആയതുകൊണ്ട് ഉറങ്ങി വരാൻ തന്നെ സമയമെടുക്കും. അപ്പോൾ ഉറക്കം തീരെ ശരിയായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ തലവേദന ഉണ്ടായതുകൊണ്ട് ഞാൻ ഐലൈനറായിട്ടാണ് പൊട്ട് കുത്തുന്നത്, കണ്ണെഴുതുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുടി ജസ്റ്റ് ഒന്ന് ഇല്ലെടുത്ത് കെട്ടുകയെന്ന് പറയില്ലേ, അങ്ങനെ ഇല്ലെടുത്ത് കെട്ടി അങ്ങനെയൊക്കെ കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഒരു പൊട്ടും കുത്തി കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഈ സാരി വന്നിട്ട് എൻ്റെ കൂട്ടിക്കൊണ്ടരലിന് എടുത്താണ്. അതായത് 90 നമ്മൾ കൂട്ടിക്കൊണ്ടുവരല്ലോ, വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ, ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ, അതിനെടുത്ത സാരിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. ഇതിൽ നിന്ന് നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെയാണ് ഞാൻ സിന്ദൂരമാക്കി ഇടുന്നത്. സിന്ദൂരം വേറെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി എളുപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ആയിട്ട് ഇടുന്നതാണല്ലോ. ലിപ്സ്റ്റിക്ക് ഇടുക, തൊട്ടൊപ്പം നമ്മൾ രണ്ടും ഒപ്പം കഴിയും. ലിപ്സ്റ്റിക്ക് ഇടലും കഴിയും, സിന്ദൂരിടലും കഴിയും. മറ്റേ ചെപ്പ് തുറന്ന് സിന്ദൂരെടുത്ത് ടൈം അത്രയ്ക്ക് നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും അതുകൊണ്ട് തന്നെ സിന്ദൂരം ഇടലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശം പെട്ടെന്ന് തീർത്തു. സമയം നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. സാരി എടുക്കലായിരുന്നു കുറച്ച് ലാക്കിങ് ഉള്ള പരിപാടി, പക്ഷേ പ്ലേറ്റ്സ് എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ സാരിയൊക്കെ എടുത്തു, റെഡിയായി. ഇനി മുടി കൂടി കെട്ടാനുള്ളൂ. മുടി കെട്ടിയിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. പിന്നെ കുറേ ഫോട്ടോ, പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. ഞാനും മൂത്തച്ഛനും പിന്നെ മൂത്തച്ഛൻ്റെ കുട്ടികൾ, ഹസ്ബൻഡ്, അതുപോലെ തന്നെ എഴുത്തിമേനുണ്ട് കുട്ടികളും, അങ്ങനെയാണ് അമ്പലത്തിൽ പോയത് കേട്ടോ. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടെ വിഷു കൈനീട്ടം വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു. മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ബാക്കിയുള്ളവരോട് ഒരുങ്ങി റെഡിയായി നിൽക്കാൻ, എന്നിട്ട് ഫാമിലി പിക്ക് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലി പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സിംഗിൾ പിക്കും വേറെ എടുത്ത് അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ പരിപാടി പ്രിപ്പറേഷൻസ് നടത്തി, പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോവുകയാണ്. പേടത്തിയമ്മേനെ വീട്ടിലേക്ക് ഇറക്കണം, പിന്നെ അമ്മായിയെ വീട്ടിലവിടെ കുഞ്ഞമ്മായിയുടെ വീട്ടിൽ ഇറക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും ഉമ്മർത്തിരുന്ന് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയിൽ വിഷു കൈനീട്ടം കാര്യങ്ങളൊക്കെ കൈമാറുന്നുണ്ട്, അതും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹാപ്പി വിഷു, ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.